സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങ് എത്തിപ്പോയി. അപ്പൊ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മളെ മിഡീവൽ വേൾഡ് അല്ലെ, മധ്യകാല ലോകം എന്ന ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. സോ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സൊല്യൂഷനും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിലുള്ള ഒരു ബോക്സ് ആണ് മക്കൾ ഇപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോക്സിലെ എൻറ്റയർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞൊടിയിടയിൽ പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് വിത്തിൻ ഈ ഒരു ബോക്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? യെസ്, മധ്യകാല ലോകം അഥവാ മിഡീവൽ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്? മധ്യകാല യൂറോപ്പിനെ കുറിച്ചിട്ട്, മധ്യകാല ചൈന, അറബികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. മിഡീവൽ യൂറോപ്പ്, മിഡീവൽ ചൈന ആൻഡ് അറബ്സ്, ഇവരെ 3 പേരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ ആളുകൾക്കും അതിൻ്റെതായുള്ള പ്രത്യേകതകളുണ്ട്. ആദ്യം നമുക്ക് മധ്യകാല യൂറോപ്പ് എടുക്കാം. മധ്യകാല യൂറോപ്പിലാണ് നമ്മളെ ഫ്യൂഡലിസം വന്നിട്ടുണ്ടായിരുന്നത്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് എന്താ? ഫ്യൂഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തുണ്ട് ഭൂമി അല്ലെ, പീസ് ഓഫ് ലാൻഡ് എന്നാണ് അർത്ഥം. അതായത് ഭൂമി എന്താണ്? ഓരോ തുണ്ടായിട്ട് വീതിച്ചു നൽകുന്നത് അല്ലെ. എന്തിനായിരുന്നു? അപ്പൊ ഒരു ക്രൈസിസ് വന്ന സമയത്ത്, അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ക്രൈസിസ് വന്ന സമയത്ത് ആരാണോ അവരെ ഹെൽപ്പ് ചെയ്യുന്ന, യൂറോപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഭൂമി നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഭൂമി നമ്മൾ വിതരണം ചെയ്യുന്നതിനെയാണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഫ്യൂഡലിസം വളർന്നു വന്നതോടെ, അല്ലെങ്കിൽ ഫ്യൂഡലിസം തന്നെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് നഗരങ്ങളുടെ വളർച്ച. അഥവാ എന്താണ്? സിറ്റീസ് ഗ്രോ ചെയ്ത്, സിറ്റീസിന്റെ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പീരീഡിലാണ്. അതേ സമയത്ത് തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട സിറ്റികൾ ഫോം ചെയ്യുകയും, മേജർ സിറ്റീസ് ഫോം ചെയ്യുകയും, സിറ്റീസും ട്രേഡും വളരുന്നതിനനുസരിച്ച് ഓരോ അസോസിയേഷൻസ് ഫോം ചെയ്യുകയും ചെയ്തു. സോ വാണിജ്യം ചെയ്യുന്ന ആളുകൾ, വ്യാപാരം ചെയ്യുന്ന, വ്യാപാര വാണിജ്യം, ട്രേഡും കൊമേഴ്സും ചെയ്യുന്ന ആളുകൾ ഒരു അസോസിയേഷൻ ഫോം ചെയ്യുകയും ആ അസോസിയേഷൻ എന്ത് പേരിട്ട് വിളിക്കുകയും ചെയ്തു? ഗിൽഡുകൾ അഥവാ ഗിൽഡ്സ് എന്ന് വിളിക്കുകയും ചെയ്തു. ഇതാണ് മധ്യകാല യൂറോപ്പിൽ പ്രധാനമായും നമുക്ക് പഠിക്കേണ്ട പോയിന്റുകൾ. ഇനി നമ്മൾ അതേ സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് ഡെവലപ്മെന്റ്, എക്സ്പെഷ്യലി ആർട്ടിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആർട്ടിൽ, അതായത് നമ്മുടെ വിജ്ഞാനത്തിലും കലയിലും ഡെവലപ്മെന്റ് ഉണ്ടായതിനെ തുടർന്ന് ഒരുപാട് സർവകലാശാലകൾ മധ്യകാല യൂറോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് സർവകലാശാലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് എന്താണ്? നമുക്ക് റൊമൻസ്ക്, അതേപോലെ ഗോത്തിക് രീതിയിലുള്ള വാസ്തുശില്പകലകളൊക്കെ, കൂർത്ത രീതിയിലുള്ള ഓരോ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന രീതികളൊക്കെ ഏത് പീരീഡിൽ വരാൻ തുടങ്ങി? മധ്യകാല യൂറോപ്പിൽ വരാൻ തുടങ്ങി. ഇനി നമ്മൾ മധ്യകാല ചൈനയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അച്ചടി വിദ്യ, വെടിമരുന്ന്, വടക്കു നോക്കി യന്ത്രം, അതേപോലെ പഗോഡകളൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? പ്രിന്റിംഗ്, ഗൺ പൗഡർ, മറൈൻ കോമ്പസ്, പഗോഡാസ് ഒക്കെ ചൈനക്കാരുടെ കോൺട്രിബ്യൂഷൻ ആണ്. അച്ചടി യന്ത്രം, പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടെ എന്ത് സാധിച്ചു? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് ആളുകളിലേക്ക് എത്താൻ സാധിച്ചു, മൊത്തമായി ആളുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്തു പോകുന്നു. ദെൻ ഗൺ പൗഡർ വന്നതോടുകൂടെ നമുക്ക് എന്താണ്? ഒരു യുദ്ധങ്ങളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർമിപരമായി നോക്കി, സൈനികപരമായി കൂടുതൽ ശക്തി വരാൻ തുടങ്ങി. അതേപോലെ തന്നെ വടക്കു നോക്കി യന്ത്രം, എക്സ്പെഷ്യലി നമ്മുടെ കടലിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അതൊരു പ്രധാനപ്പെട്ട ഒരു ഹെൽപ്ഫുൾ ആയി മാറിയിട്ടുണ്ടായിരുന്നു. പഗോഡകൾ എന്ന് പറയുന്നത് മക്കളെ, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പഗോഡകൾ നടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് ആ ചിത്രം കണ്ടാൽ മനസ്സിലാവും. എല്ലാത്തിന്റെയും മുകൾ ഭാഗം ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലുള്ള കെട്ടിടങ്ങൾ എന്ത് ചെയ്തു? അവര് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പഗോഡകൾ എന്തായിരുന്നു? എത്രത്തോളം ഇവർക്ക് വാസ്തുകലയിൽ എത്രത്തോളം അറിവുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന്റെ എക്സാക്ട് തെളിവ്, എക്സാക്ട് എവിഡൻസ് ആണ് പഗോഡകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ മിഡീവൽ ചൈനയിലുള്ള ചൈനക്കാരുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഇനി നമ്മൾ അവസാനത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറബിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. അറബിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് എന്താണെടാ? മിഡീവൽ സയൻസും കാര്യങ്ങളൊക്കെ, വൈദ്യശാസ്ത്രത്തിൽ എന്താണ്? ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. നമ്മുടെ അൽ റാസിയും ഇബൻ സീനയും ഒക്കെ എന്തു ചെയ്തിട്ടുണ്ടായിരുന്നു? അവര് വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അവരുടെ പുസ്തകങ്ങൾ കൃത്യമായിട്ട് മക്കൾ പഠിക്കണം. ഇനി സാഹിത്യത്തിലേക്ക് വരുന്ന സമയത്ത് സാഹിത്യത്തിൽ നമുക്ക് എന്താ? ഒമർ ഖയ്യാമിന്റെ റുബായിയാത്ത്, ഫിർദൌസിയുടെ ഷഹനാമ, 1001 രാവുകൾ, ഇതൊക്കെ
ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? അറബ്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിഡീവൽ വേൾഡ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ എൻറ്റയർ ചാപ്റ്റർ എന്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞ് ഈ ഒരൊറ്റ ബോക്സ് ഈ ചാപ്റ്റർ ഇങ്ങനെ എന്റെ മക്കൾക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ എന്റെ കുട്ടികൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കേൾക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഈ ചാപ്റ്റേഴ്സ് പഠിക്കണം. നമ്മൾ ഓൾറെഡി ലൈവിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് ആണ്. ലൈവ് ഒന്ന് എടുത്ത് കാണട്ടോ. അതേപോലെ തന്നെ ഇന്നും നമുക്ക് ലൈവും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് മക്കൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സെറ്റാക്കുക, പവറാക്കുക. ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് മാർക്കും കാര്യങ്ങളും സ്കോർ ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.